ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 47-ാം സങ്കീർത്തനം 3-ാം വാക്യം. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളുടെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു. മനുഷ്യൻ പലപ്പോഴും ലോകത്തിലെ ശക്തികളെ കണ്ട് ഭയപ്പെടുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തളർന്നു പോകുന്നു. എന്നാൽ ഇന്നത്തെ വചനം നമ്മോട് പറയുന്നു, ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന രാജാവാണ്. ദൈവം സർവാധികാരിയായ രാജാവാണ്. ഈ സങ്കീർത്തനം മുഴുവൻ പഠിക്കുമ്പോൾ ദൈവത്തെ മഹാരാജാവായി സ്തുതിക്കുന്നുണ്ട്. ദൈവം ഒരു സാധാരണ രാജാവല്ല, അവൻ സർവ്വലോകത്തിൻ്റെയും രാജാവാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭരണാധികാരികളും ശക്തികളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇന്നത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ, യുദ്ധങ്ങളും പ്രശ്നങ്ങളും കാണുമ്പോൾ ലോകം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് പുറത്താണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ബൈബിൾ പറയുന്നു, ദൈവം ഇപ്പോഴും സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം ഓർക്കേണ്ടത്, നമ്മുടെ ദൈവം ശക്തനാണ്. അവൻ സകലവും നിയന്ത്രിക്കുന്നവനാണ്. അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. വചനം പറയുന്നു, അവൻ ജാതികളെ നമ്മുടെ കീഴിലും ജനങ്ങളെ നമ്മുടെ കാലുകൾക്ക് കീഴിലും അടുപ്പിക്കുന്നു. പഴയ നിയമകാലത്ത് ഇസ്രായേൽ പല ശത്രുക്കളെയും നേരിട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. പലപ്പോഴും അവർക്ക് അസാധ്യമായ സാഹചര്യങ്ങളിൽ പോലും ദൈവം വിജയം നൽകി. അതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും അവൻ ഇടപെടുവാൻ ശക്തമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു വാഗ്ദാനം അവൻ നൽകുന്നുണ്ട്. ദൈവം നമ്മെ ജയിപ്പിക്കും. റോമർ 8:37 പറയുന്നു, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം അത്യന്തം ജയിച്ചവരാകുന്നു. ഈ വചനത്തിൽ മറ്റൊരു സത്യവും കാണാം. ദൈവം തൻ്റെ ജനത്തെ ഉയർത്തുന്നവനാണ്. ദൈവം നമ്മെ ഉയർത്തുമ്പോൾ അത് മനുഷ്യശക്തിയാലല്ല, അവൻ്റെ കൃപയാലാണ്. പ്രിയരെ, ലോകത്തിൻ്റെ ശക്തികൾ എത്ര വലുതായാലും, നമ്മുടെ പ്രശ്നങ്ങൾ എത്ര കടുത്തതായാലും ദൈവം അതിനു മുകളിലാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. അവൻ്റെ വഴികളിൽ നമുക്ക് നടക്കാം. അവനിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിജയവും അനുഗ്രഹവും നൽകും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വലിമ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഈ നാളുകളിൽ എന്നെ ശക്തീകരിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.